LBS ആപ്ലിക്കേഷന്റെ കോഴ്സ് കോളേജ് സെലക്ഷൻ മുതൽ അഡ്മിഷൻ വരെയുള്ള പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ LBS ആപ്ലിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ടോട്ടൽ 3 അലോട്ട്മെന്റ് ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ 3 അലോട്ട്മെന്റിന് ശേഷം പിന്നെ സ്പോട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് അലോട്ട്മെന്റ് വരുന്നത്. ആദ്യത്തെ 3 അലോട്ട്മെന്റിനും നമുക്ക് ഒരൊറ്റ തവണ കോളേജ് സെലക്ഷൻ ഓപ്ഷൻ കൊടുത്താൽ മതി. തവണ കൊടുത്തിട്ടുള്ള കോളേജസ് നമ്മുടെ എല്ലാ അലോട്ട്മെന്റും, അതായത് ബാക്കി വരുന്ന 2 അലോട്ട്മെന്റിലോട്ട് പരിഗണിക്കുന്നതാണ്. സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിലോട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണം. അതിന്റെ കൂടെ തന്നെ ഓരോ സ്പോട്ട് അലോട്ട്മെന്റിലും നമ്മൾ സെപ്പറേറ്റ് കോളേജസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ആ സമയത്ത് അല്ലെങ്കിൽ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റിന് നമ്മൾ ഒരു തവണ കോളേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അലോട്ട്മെന്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം കോളേജസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിദ്യാർത്ഥികൾ കോളേജ് ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കോളേജസ് ലിസ്റ്റ് കയറിയിട്ട് ഓരോ കോളേജസിലും എത്ര സീറ്റ്സ് ആണ് മാനേജ്മെന്റ് വരുന്നത്, എത്രയാണ് NRI സീറ്റ്, എത്ര സീറ്റുകളാണ് മെറിറ്റ് സീറ്റായിട്ട് വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ അങ്ങോട്ടേക്കുള്ള അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മൈനോറിറ്റി റിസർവേഷനിൽ വരുന്ന സ്റ്റുഡന്റ് മൈനോറിറ്റി റിസർവേഷൻ ഇല്ലാത്തൊരു കോളേജിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വളരെ കുറച്ച് മൈനോറിറ്റി റിസർവേഷൻ സീറ്റുള്ള കോളേജിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മൈനോറിറ്റി റിലേറ്റഡ് ആയിട്ട് അവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ എത്ര കോളേജുകളാണ് കൊടുക്കാൻ താല്പര്യമുള്ളത് അത്രയും കോളേജുകളിലോട്ടും സ്റ്റുഡൻസിന് ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോളേജസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അല്ലെങ്കിൽ മുൻഗണന കൊടുത്ത് വരേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ആദ്യം കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആദ്യം വേണ്ടത് അത് കഴിഞ്ഞിട്ട് ഏത് വേണം, അങ്ങനെ ആ ഒരു ഓർഡറിൽ ക്രമത്തിൽ വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് കുറച്ച് കോളേജസ് സെലക്ട് ചെയ്ത് ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലോട്ട് പുതിയ കോളേജസ് ആഡ് ചെയ്ത് ചേർക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള കോളേജസിൽ നിങ്ങൾക്ക് ക്രമം മാറ്റിയോ അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു കോളേജ് ഇപ്പോൾ 3ാമത്തെ പ്രയോറിറ്റിയിലിട്ട കോളേജ് 1ാമത്തെ പ്രയോറിറ്റിയിലോട്ട് മാറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ നിങ്ങൾ ഓൾറെഡി കൊടുത്തേക്കുന്ന കോളേജസിൽ നിന്ന് ഏതെങ്കിലും കോളേജസിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസ് മാക്സിമം കോളേജസും ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. അതും നിങ്ങളുടെ പ്രയോറിറ്റി എന്താണോ ഈ പ്രയോറിറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം കൊടുക്കുക. പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നമ്മുടെ LBSന്റെ കോളേജ് ലിസ്റ്റിൽ ഏതെങ്കിലും പുതിയ കോളേജസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ടോക്കൺ ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീസ് ഉണ്ട്. ആ ഫീസ് ഓൺലൈൻ മുഖേനയോ അതല്ലെങ്കിൽ ചെല്ലാൻ മുഖേനയോ സമർപ്പിക്കും. ഈ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമേ ബാക്കി വരുന്ന സെക്കൻഡ്, തേർഡ് അതുപോലെ തന്നെ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിലോട്ടൊക്കെ ഇവർ പരിഗണിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് മതി, ഇനി വേറൊരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ വേറെ അലോട്ട്മെന്റിലോട്ട് പങ്കെടുക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അതായത് ബാക്കി കൊടുത്തിട്ടുള്ള കോളേജസിനൊക്കെ എല്ലാം നിങ്ങളുടെ ഈ കോളേജ് സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് വിടണ്ടേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി, നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, ആ കോളേജ് മതി, അത് ഇഷ്ടമായി എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷെ നിങ്ങൾ ഈ ഹയർ ഓപ്ഷൻസ് അല്ലെങ്കിൽ ബാക്കി കോളേജസിനെ റിമൂവ് ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലോട്ടും അവർ പരിഗണിക്കും. ആ സമയത്ത് അവരെന്ത് ചെയ്യും, സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറെ കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഫസ്റ്റ് കോളേജിന്റെ സീറ്റ് നഷ്ടവും അതുപോലെ തന്നെ സെക്കൻഡ് കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് തൃപ്തികരമാണ് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ ബാക്കി ഹയർ ഓപ്ഷൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ മറക്കരുത്. അതെല്ലാം നിങ്ങൾക്ക് 1ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് വേണ്ട, അടുത്ത അലോട്ട്മെന്റിൽ നോക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ആ കോളേജസിന്റെ ലിസ്റ്റ് അതുപോലെ തന്നെ നിലനിർത്തിയാൽ മതി. അതുപോലെ തന്നെ LBSന്റെ ലിസ്റ്റിൽ വേറെ ഏതെങ്കിലും പുതിയ കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഈ കോളേജ് സെലക്ഷന്റെ അല്ലെങ്കിൽ കോളേജ് സെലക്ഷന് വേണ്ടി ഉപയോഗിക്കും. 3ാമത്തെ അലോട്ട്മെന്റോടെ കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ 3ാമത് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കും. ഈ 3ാമത്തെ അലോട്ട്മെന്റോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്ന നിങ്ങളുടെ കോളേജസിന്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടെ ചേർന്നിട്ടുള്ള അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ കിട്ടും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ കിട്ടും. അതായത് 3ാമത്തെ അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ സൈറ്റിൽ കിട്ടുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ചേരുന്ന കോളേജിൽ എത്രയാണോ ഫീസ് ആ ഫീസും നിങ്ങൾ അടക്കണം. നിങ്ങൾ അവിടെ പോയിട്ട് ഫീസ് അടച്ചിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ ഈ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ടോക്കൺ ഫീസ് നിങ്ങളുടെ ഫീസിൽ നിന്ന് കുറക്കുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫീസ്
72,000 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടോക്കൺ ഫീസ് ഒരു 22,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ 72,000 രൂപയിൽ നിന്ന് 22,000 രൂപ കുറച്ചിട്ടാവണം നിങ്ങൾ ബാക്കി കോളേജിൽ അടക്കേണ്ടത്. അതൊക്കെ കോളേജിൽ അവിടെ ചെല്ലുന്ന സമയത്ത് പറഞ്ഞുതരും. അപ്പോൾ ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട. പിന്നെ മൂന്നാമത്തെ അലോട്ട്മെന്റിലും കോളേജ്, അതായത് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അലോട്ട്മെന്റിൽ നിന്ന് പിന്നെ പുറത്താക്കപ്പെടുന്നതാണ്. പിന്നെ അവർക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇനി ഒരു കാര്യം, മൂന്നാമത്തെ അലോട്ട്മെന്റിൽ കോളേജ് കിട്ടിയതിന് ശേഷം അവർ അവരുടെ അഡ്മിഷൻ എടുത്ത് പക്ഷെ അവർക്ക് ആ കോളേജ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ സ്പോട്ടിൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഈ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ ഈ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുള്ള കോളേജിൽ നിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഈ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. ഓരോ അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്തും അതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യം കിട്ടിയിട്ടുള്ള അലോട്ട്മെന്റ് എന്താവും ക്യാൻസലായി പോകുന്നതാണ്. അപ്പോൾ ഈ ആദ്യം കിട്ടുന്ന അലോട്ട്മെന്റ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വെക്കാൻ പറ്റൂ. ഇതാണ് നമ്മുടെ LBS ആപ്ലിക്കേഷന്റെ മുഴുവനായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ അലോട്ട്മെന്റ് പ്രോസസ്സ്, അഡ്മിഷൻ പ്രോസസ്സ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കും.